ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ കോഡ്സ്. നമ്മുടെ റിലേഷൻഷിപ്പ് തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസിന് കാരണമാകാറുണ്ടോ? നമ്മുടെ ഹോർമോൺസിനെ ഡയറക്റ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യാൻ നമ്മുടെ റിലേഷൻഷിപ്സിനെ തന്നെ സാധിക്കുമോ? അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. റിലേഷൻഷിപ്പ് സ്ട്രെസ്ഫുൾ ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോഡി അതിനെ ഒരു സർവൈവൽ ത്രെറ്റ് ആയിട്ടായിരിക്കും പരിഗണിക്കുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസിനെ കൺട്രോൾ ചെയ്യുന്ന ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി അഡ്രീനൽ ആക്സിസ് ആക്ടിവേറ്റ് ആകും. പതിയെ ഈ സ്ട്രെസ് കൂടി വരുന്നതിനനുസരിച്ച് നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻഡിന്റെ ബാലൻസ് തന്നെ നഷ്ടമാകും. ഇനി നമുക്ക് കോമൺ ആയിട്ട് വരുന്ന റിലേഷൻഷിപ്പ് ട്രിഗേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് നമുക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ, കോൺസ്റ്റന്റ് ഫൈറ്റ്സ്. കണ്ടിന്യൂസ് ആയിട്ട് അടിയുണ്ടാകുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഹൈ ആയിട്ട് തന്നെ ഇരിക്കും. അത് നമ്മുടെ ഉറക്കത്തെ ഡിസ്റ്റർബ് ചെയ്യും, ഡൈജഷനെ ഡിസ്റ്റർബ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന് വരെ അത് ഡിസ്റ്റർബ് ചെയ്യും. ലാക്ക് ഓഫ് ഇമോഷണൽ സപ്പോർട്ട്, നമ്മൾ സ്നേഹിക്കപ്പെടുന്നില്ല എന്ന് തോന്നല്, അതുപോലെ നമുക്ക് ഇമോഷണലി ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ള തോന്നലൊക്കെ നമ്മുടെ ബോണ്ടിങ് ഹോർമോൺ ആയിട്ടുള്ള ഓക്സിറ്റോക്സിന്റെ ലെവല് കുറയ്ക്കും. അത് സ്വാഭാവികമായിട്ടും സെറോട്ടോണിനെയും അഫക്റ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ മൂഡും ഒക്കെ അല്ലാതിരിക്കും, അതുപോലെ ട്രസ്റ്റിനെയും അത് ബാധിക്കും. അടുത്തത് ബ്രേക്കപ്പും റിജക്ഷനും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ കൂടുകയും അതേസമയം ഡോപ്പമൈൻ ലോ ആവുകയും ചെയ്യും. അത് ഭയങ്കര ക്ഷീണത്തിലോട്ടും സാഡ്നെസ്സിലോട്ടും ഈവൻ ഹോർമോണൽ ഇംബാലൻസിലോട്ടും ഒക്കെ നയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടോക്സിക്കും അബ്യൂസീവും ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെട്ടുപോകുന്നവര് ക്രോണിക് ആയിട്ടുള്ള ഫിയർ കാരണം കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ റേസ് ചെയ്യും. സ്വാഭാവികമായിട്ടും അതിന്റെ ഭാഗമായിട്ട് അവരുടെ ടെസ്റ്റോസ്റ്റിറോണിന്റെ ലെവലും മെൻസ്ട്രൽ സൈക്കിളും തൈറോയിഡ് ഹോർമോൺസിനെയൊക്കെ അഫക്റ്റ്. ഇനി വരുന്നത് ബിട്രയൽ അല്ലെങ്കിൽ ഇൻഫിഡലിറ്റി. അവർ റിലേഷൻഷിപ്പിൽ ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇമോഷണൽ ട്രോമയ്ക്ക് തന്നെ കാരണമാവാം. അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് റെസ്പോൺസ് എന്ന് പറയുന്നത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നതാകാം. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ പീരീഡ്സ് ഇറഗുലർ ആവാം, മൂഡ് ഡിസോർഡേഴ്സ് വരെ വരാം. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വരുമ്പോൾ അഥവാ ഇമോഷണൽ ഡിസ്കണക്ഷൻ ഫീൽ ചെയ്യുമ്പോഴത്തേക്കും അവരുടെ ഹാപ്പിനെസിന്റെ ഹോർമോൺസിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓക്സിറ്റോക്സിന്റെയും ഡോപ്പമൈന്റെയും ലെവലൊക്കെ കുറയും. സ്വാഭാവികമായിട്ടും അവർക്ക് ഫീലിങ്സ് ഓഫ് ഹാപ്പിനെസ് അനുഭവിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല അവരുടെ മോട്ടിവേഷനെയും അത് ബാധിക്കും. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് സ്ട്രെസ് അനുഭവിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹൃദയം മാത്രമല്ല വേദനിക്കുന്നത്, നമ്മുടെ മെറ്റബോളിസത്തിനെ ബാധിക്കും, നമ്മുടെ ഫെർട്ടിലിറ്റിയെ ബാധിക്കും, ഇമ്മ്യൂണിറ്റിയെ ബാധിക്കും, ഓവറോൾ ഇമോഷണൽ ബാലൻസിനെ തന്നെ അഫക്റ്റ് ചെയ്യും. റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഈ പ്രശ്നം കാരണം ഡെവലപ്പ് ചെയ്യുന്ന ഹോർമോണൽ ഇംബാലൻസിൽ നിന്ന് നമുക്ക് നമ്മളെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം, നമ്മുടെ ഹോർമോണൽ ഹെൽത്ത് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകാം, അതിന് കുറച്ച് ടിപ്സ് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ നീഡ്സും ബൗണ്ടറീസും ഒക്കെ പരസ്പരം ഓപ്പൺ ആൻഡ് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അടുത്തൊരു ടിപ്പ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമിച്ച് എന്തെങ്കിലും സ്ട്രെസ് റിലീവ് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ എൻഗേജ്ഡ് ആവുക. ഒരുമിച്ചൊരു വാക്കിന് പോവാം, ഒരുമിച്ച് മെഡിറ്റേഷൻ ചെയ്യാം, ഒരുമിച്ച് പുതിയ ഹോബീസ് സ്റ്റാർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ. നല്ലൊരു ഹെൽത്തി സോഷ്യൽ സപ്പോർട്ട് നെറ്റ്വർക്ക് റിലേഷൻഷിപ്പിന് പുറത്ത് എപ്പോഴും കരുതി വെക്കുക. നമ്മുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് നല്ലൊരു ബോണ്ട് കീപ്പ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. റിലേഷൻഷിപ്പ് കുറച്ച് ഓവർവെൽമിംഗ് ആയിട്ട് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, സ്ട്രെസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് സീക്ക് ചെയ്യാം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്താലും നല്ലതാണ്. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് റിലേഷൻഷിപ്പിൽ വരുന്ന ട്രിഗേഴ്സ് എങ്ങനെ ഡയറക്ട്ലി നമ്മുടെ ഹോർമോൺസിനെ അഫക്റ്റ് ചെയ്യുന്നു, അതുവഴി നമ്മുടെ ഹെൽത്തിനെ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.